ആ ഫോൺ വാങ്ങിക്കുകയും അത് അവരുടെ കയ്യിൽ തിരിച്ച് കിട്ടുകയും ചെയ്യുന്നു. നമ്മൾ കൊടുക്കുന്ന പൈസ അവർക്ക് കിട്ടുന്നു. ഞങ്ങൾക്ക് നഷ്ടമല്ല സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് വലിയൊരു സ്കാം പോലെയല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത്. നല്ല നിങ്ങൾ ഈ ഫോൺ വാങ്ങുമ്പോൾ നിങ്ങളോട് ഇതിനകത്ത് പ്രതിയാകുമെന്നാണ് പറയുന്നത്. എല്ലാ രേഖകളും വാങ്ങിച്ച് എല്ലാ ഇതും ചെക്ക് ചെയ്തതിന് ശേഷം പുള്ളിക്കാരൻ്റെ നിന്ന് ഫോൺ എടുക്കുന്നത്. പോലീസ് നമുക്ക് തന്നേക്കുന്നത് സഞ്ചാരി എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ആണല്ലോ. നമ്മൾ എടുക്കുന്ന ദിവസം IMEI ചെക്ക് ചെയ്യുമ്പോൾ വാലിഡ് ആയിരിക്കും. ഇവർ പരാതി അതിൻ്റെ അടുത്ത ദിവസം കൊടുത്ത ശേഷം ഇത് ലോക്ക് ആകത്തുള്ളൂ. പിന്നെ നമുക്ക് പൈസ നഷ്ടപ്പെടുക, ഫോണ് നഷ്ടപ്പെടുക. നമസ്കാരം. മോഷണം പോകുന്നതോ നഷ്ടമാകുന്നതോ ആയ മൊബൈൽ ഫോണുകൾ മണിക്കൂറുകൾക്കകം കണ്ടെത്തി നൽകുന്ന സംവിധാനം കേരള പോലീസിൻ്റെ സൈബർ വിഭാഗത്തിനുണ്ട്. ഇത്തരത്തിൽ നൂറുകണക്കിന് ഫോണുകളാണ് കേരള പോലീസ് വിവിധ ജില്ലാ കേന്ദ്രങ്ങളിൽ കണ്ടെത്തി നൽകിയിരിക്കുന്നത്. ഡിജിറ്റൽ ആപ്പുകളുടെ സഹായത്തോടെയാണ് ഇത്തരത്തിൽ മോഷണം പോയ അല്ലെങ്കിൽ നഷ്ടമായ മൊബൈൽ ഫോണുകൾ കണ്ടെത്തുന്നത്. ഇങ്ങനെ മൊബൈൽ ഫോണുകൾ കണ്ടെത്തി സ്റ്റേഷനിലോ ജില്ലാ പോലീസ് മേധാവിയുടെ ഓഫീസിൽ വെച്ചോ ഉടമയ്ക്ക് ഏൽപ്പിക്കുമ്പോൾ അതിനിടയിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു തട്ടിപ്പ് പോലീസ് പോലും അറിയാതെ പോകുകയാണ്. ഇങ്ങനെ മൊബൈൽ ഫോൺ വാങ്ങിയ ആളുകളിൽ നിന്നും ഈ മൊബൈൽ ഫോൺ തിരികെ വാങ്ങുമ്പോൾ വലിയ നഷ്ടം സംഭവിക്കുന്നു, തങ്ങൾ കബളിപ്പിക്കപ്പെടുന്നു എന്നാണ് ഇപ്പോൾ മൊബൈൽ ഷോപ്പ് ഉടമകളുടെ പ്രതികരണം. അവർ ഈ കാര്യത്തിൽ ഒരു പരാതിയുമായി ആരോപണവുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. ചേട്ടാ, ഇങ്ങനെ മൊബൈൽ ഫോണുകൾ ഇങ്ങനെ പോകുന്ന ഒരു പരാതി ഒരുപാട് കൊടുക്കുന്നുണ്ടല്ലോ. അപ്പം നിങ്ങൾക്ക് നേരിടുന്ന പ്രശ്നം എന്താണ്? ഞങ്ങൾക്ക് നേരിടുന്നതെന്ന് പറഞ്ഞാൽ ഒരാൾ മൊബൈൽ ഫോൺ വിൽക്കാനായിട്ട് കടയിൽ വരുന്നു. അദ്ദേഹത്തിന് പൈസയ്ക്ക് ആവശ്യമായിട്ടായിരിക്കും വിൽക്കുന്നത്. എന്തെങ്കിലും ആശുപത്രി കേസോ എന്തെങ്കിലുമൊക്കെ അത്യാവശ്യങ്ങൾ പറഞ്ഞാൽ ഫോൺ വിൽക്കുന്നത്. നമ്മൾ അദ്ദേഹത്തിൽ നിന്ന് ആധാർ കാർഡ്, ഫോട്ടോ, മൊബൈൽ നമ്പർ എല്ലാം വാങ്ങിയിട്ടാണ് മൊബൈൽ ഫോൺ കടയിലേക്ക് എടുക്കുന്നത്. ഫോണെല്ലാം രേഖകളെല്ലാം വാങ്ങിച്ച് എടുത്ത് ചെക്ക് ചെയ്ത് ചിലപ്പോൾ 5, 10, 15 പല ഫോണിന് പല എമൗണ്ടാണ് സെക്കൻഡ്സിന് വരുന്നത്. ആ എമൗണ്ടിൽ നമ്മൾ പുള്ളിയായിട്ട് സംസാരിച്ച് ഓക്കെ ആക്കി പുള്ളി ചെക്ക് ചെയ്തതിന് ശേഷം ഞങ്ങൾക്ക് പോലീസുകാർ തന്നേക്കുന്ന സഞ്ചാരി ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് IMEI ചെക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അതിൽ വാലിഡ് കുഴപ്പമൊന്നും ഇല്ലാന്ന് ശേഷം നമ്മൾ പുള്ളിക്കാരന് പൈസ കൊടുത്ത് പുള്ളിക്കാരൻ പോകുന്നു. അതിനുശേഷം ഒരു 2 ദിവസത്തിന് ശേഷം ഇന്നപോലെ ഏതെങ്കിലും ഒരു സ്റ്റേഷൻ പരിധിയിൽ നിന്ന് നമ്മൾ വിളിക്കും പോലീസുകാർ. ഇന്ന സ്റ്റേഷൻ പരിധിയിൽ നിന്ന് മോഷണം പോയ ഫോണാന്ന് പറഞ്ഞ് കേരളത്തിലെ ഏതെങ്കിലും ഒരു ജില്ലയിൽ നിന്നായിരിക്കും വിളിക്കുന്നത്. അപ്പം പോലീസുകാർ ഓട്ടോമാറ്റിക്കായി ഞങ്ങളോട് പറയും, ഇത് ഇന്ന സ്റ്റേഷനിൽ മോഷണം പോയതാണ്, ഇത് ഞങ്ങൾക്ക് തിരിച്ച് യഥാർത്ഥ ഉടമസ്ഥന് കൊടുക്കണം, അതുകൊണ്ട് നിങ്ങൾ എത്രയും വേഗം ആ ഫോൺ ഇന്ന സ്റ്റേഷനിൽ കൊണ്ടു തരികയോ അല്ലെങ്കിൽ അവർ പറയുന്ന ആ സ്റ്റേഷൻ പരിധിയിലേക്ക് കൊറിയർ ചെയ്ത് കൊടുക്കുകയോ ചെയ്യണമെന്ന് പറയും. അല്ലെങ്കിൽ നിങ്ങളെ കേസിലത് അതെ ഞങ്ങളോട് അത് ഫോൺ എത്തിച്ചില്ല എങ്കിൽ പോലീസുകാർ പറഞ്ഞു, അതായത് നിങ്ങൾ ഈ ഫോൺ വാങ്ങുമ്പോൾ നിങ്ങളോട് ഇതിനകത്ത് പ്രതിയാകുമെന്നാണ് പറയുന്നത്, നിങ്ങളുടെ പേരിലും കൂടെ പ്രതി ചേർക്കുമെന്നാണ് പറയുന്നത്. ഞങ്ങളിപ്പോൾ എല്ലാ രേഖകളും വാങ്ങിച്ച് എല്ലാ ഇതും ചെക്ക് ചെയ്തതിന് ശേഷം പുള്ളിക്കാരൻ്റെ നിന്ന് ഫോൺ എടുക്കുന്നത്. പോലീസുകാർ നമ്മളോട് പറയുമ്പോൾ നിങ്ങളും പ്രതിയാകുമെന്ന് പറയുന്നു. എല്ലാ രേഖകളും വാങ്ങിച്ച ശേഷമാണല്ലോ നമ്മൾ എടുക്കുന്നത്. അതിനുശേഷം നമ്മൾ പോലീസുകാരെല്ലാം നമ്മളോട് പറയാൻ ചിലപ്പം ഫോൺ അഥവാ എത്തിച്ചില്ലെങ്കിൽ അവിടെ കേസ് രജിസ്റ്റർ ചെയ്ത് പോലീസുകാർ ഇവിടെ എത്തുമെന്നാണ് പറയുന്നത്, കടയിൽ വന്ന് റിക്കവറി ചെയ്യുമെന്നാണ് പറയുന്നത്. ഓട്ടോമാറ്റിക്കായിട്ട് ബിസിനസ് നമ്മൾ ഭയങ്കരമായിട്ട് അത് ഇതാവും. കസ്റ്റമറൊക്കെ കടയിൽ നിൽക്കുവാണെങ്കിൽ നമ്മുടെ ബിസിനസ്സിനെ ബാധിക്കുമെന്ന് നമ്മൾ ചിന്തിക്കും. അതിൽ നല്ലത് നമ്മൾ ആ ഫോൺ എല്ലാതും കൊടുത്ത് ആ കേസ് അങ്ങ് ഒഴിവായല്ലോ എന്ന് വിചാരിച്ച് അവർ പറയുന്ന സ്റ്റേഷൻ പരിധിയിലേക്ക് നമ്മൾ കൊറിയർ ചെയ്ത് കൊടുത്ത് അതങ്ങ് വിട്ടേക്കും. ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വരുമ്പോൾ വലിയൊരു എമൗണ്ടാണ് നമുക്ക് നഷ്ടമാകുന്നത്. ഇതിൽ സംശയിക്കുന്ന ഒരു തട്ടിപ്പ് സംഘം ഇതിൽ പ്രവർത്തിക്കുന്നുണ്ടോയെന്നാണ്. അതായത് പെട്ടെന്ന് ഇപ്പോൾ ഒരു വെള്ളം പിടിക്കാൻ എന്തെങ്കിലും ഒരു പൈസയ്ക്ക് ആവശ്യം വരിക. അപ്പോൾ ഒരു സുഹൃത്തുക്കൾ കുറച്ച് പേര് ചേർന്നിട്ട് അവരുടെ ഒരാളുടെ മൊബൈൽ ഫോണ് മറ്റൊരു മൊബൈൽ ഷോപ്പിൽ മറ്റൊരു സുഹൃത്ത് കൊണ്ട് വിൽക്കുന്നു. പുള്ളിയുടെ രേഖകളെല്ലാം സമർപ്പിക്കുന്നു, ആധാർ കാർഡ്, മൊബൈൽ നമ്പർ എല്ലാം സമർപ്പിച്ച ശേഷം ആ കടക്കാരൻ എടുക്കുന്നു, അദ്ദേഹത്തിന് പൈസ കൊടുക്കുന്നു. 2-3 ദിവസം കഴിയുമ്പോഴത്തേക്കായിരിക്കും സ്റ്റേഷനിൽ നിന്ന് വിളിക്കുന്നത്, ഇത് മോഷണം പോയെന്ന് പറഞ്ഞ്. ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് ശേഷം നമ്മുടെ സിം ഇട്ടേക്കുന്നതുകൊണ്ട് നമ്മുടെ ആധാർ കാർഡുമായിട്ട് ലിങ്ക് ആയതുകൊണ്ട് നമ്മളെ പോലീസുകാർ കോൺടാക്ട് ചെയ്യും. നമ്മൾ പിന്നെ അത് കൊടുക്കാൻ ബാധ്യസ്ഥനാണ്. അവർക്ക് തന്ന ആളുടെ അതൊന്നും അവർക്ക് ഇതല്ല, യഥാർത്ഥത്തിൽ ഉടമസ്ഥന് കൊടുക്കുക എന്ന് മാത്രമേ ഉള്ളൂ പോലീസുകാരുടെ ഉത്തരവാദിത്വം. ആ ഫോൺ വാങ്ങിക്കുകയും അത് അവരുടെ കയ്യിൽ തിരിച്ച് കിട്ടുകയും ചെയ്യുന്നു. നമ്മൾ കൊടുക്കുന്ന പൈസ അവർക്ക് കിട്ടുന്നു. നിങ്ങൾക്ക് നഷ്ടം. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് നഷ്ടമല്ല സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് വലിയൊരു സ്കാം പോലെയല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത്. നല്ലൊരു ബിസിനസ് പോലെയാണ്. അങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? നമ്മൾ കടയിൽ നിന്നപ്പോൾ വിൽക്കാൻ വരുമ്പോൾ ചിലപ്പോൾ ഒരാളായിരിക്കും വരുന്നത്. കുറച്ച് കഴിയുമ്പോഴത്തേക്കായിരിക്കും ഒരു സൈഡിൽ നിന്ന് 2 സൈഡിൽ നിന്നൊക്കെ ആയിട്ട് ആൾക്കാർ അവർ 2-3 പേരായിട്ട് ഒരുമിച്ച് പോകുന്നത് കാണുന്നത്. ആ സമയത്ത് നമ്മൾ പൈസ തിരിച്ച് ചോദിച്ചതെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ തിരിച്ചു തരണമെന്നില്ല. ഈ വിറ്റ ആൾ മോഷ്ടിച്ചതാണെങ്കിലും അല്ലെങ്കിൽ അയാൾ സ്വന്തമായിട്ട് വിറ്റതാണെങ്കിൽ ഇത് പിറ്റേ ദിവസം പരാതി നൽകിയ ഉടനെ തിരിച്ചെടുക്കാനുള്ള സംവിധാനമുണ്ട്. അവരുടെ കയ്യിൽ തന്നെ ഇത് എത്തും. തീർച്ചയായിട്ടും. നമ്മൾ ഈ പോലീസ് നമുക്ക് തന്നേക്കുന്നത് സഞ്ചാരി എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ആണല്ലോ.
നമ്മൾ എടുക്കുന്ന ദിവസം IMEI ചെക്ക് ചെയ്യുമ്പോൾ വാലിഡ് ആയിരിക്കും. ഇവർ പരാതി അതിൻ്റെ അടുത്ത ദിവസം കൊടുത്ത ശേഷം ഇത് ലോക്ക് ആകത്തുള്ളൂ. പിന്നെ നമുക്ക് പൈസ നഷ്ടപ്പെടുക, ഫോണ് നഷ്ടപ്പെടുക. ഒരു മാസത്തിലേക്ക് ഒത്തിരി ഫോണുകൾ അങ്ങനെ പോലീസിന് റിക്കവർ ചെയ്യേണ്ട അവസ്ഥ വന്നിട്ടുണ്ടോ? ഒരു വർഷം കണക്ക് പോകുകയാണെങ്കിൽ നമുക്കൊരു 10-20 മൊബൈൽ ഫോൺ എന്തായാലും നഷ്ടം വരും മിനിമം. അത് തന്നെ പല എമൗണ്ട് ആയിട്ടാണ് വരുന്നത്. ചിലപ്പം പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ അവർ എമൗണ്ടാണ് ഫോണിൻ്റെ ചോദിക്കുന്നത്. ഫോണിൻ്റെ പുതിയ വിലയല്ല, നമ്മൾ സെക്കൻഡ് എടുക്കുമ്പോൾ അതിൻ്റെ വിലയുണ്ടല്ലോ. ചിലപ്പം 5 രൂപ മുതൽ 20 രൂപയ്ക്ക് ഇടയിലായിരിക്കും എമൗണ്ട് വരുന്നത്. 5, 10, 15 പല എമൗണ്ടുകൾ സെക്കൻഡ് വരാം. അതൊക്കെ നമുക്ക് ഓരോ തവണയും ഒരു എമൗണ്ട് ആയിട്ട് കൂട്ടും, വലിയൊരു സംഖ്യയാണ് നഷ്ടപ്പെടുന്നത്. ഇങ്ങനെ സംശയം ഉന്നയിക്കാൻ കാരണം ഈ മറ്റുള്ള കടക്കാരും ഇതേ അവസ്ഥ പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും ഞാനുമായിട്ട് കച്ചവടം ഇതേ ബിസിനസ് ചെയ്യുന്ന ഒന്നിലധികം മൊബൈൽ ഷോപ്പുകാരെ ഞാൻ കോൺടാക്ട് ചെയ്തു. അവർക്കെല്ലാം ഈ അവസ്ഥ തന്നെയാണ് പറയുന്നത്. അവർക്ക് പുറത്ത് പറയാനുള്ള പ്രധാന മടിയെന്ന് പറഞ്ഞാൽ സ്റ്റേഷനിൽ നിന്ന് പോലീസുകാർ കടയിൽ വരും, അവരുടെ ബിസിനസ്സിനെ ബാധിക്കും, അവരുടെ കട ഇത് മറ്റുള്ളവരറിയും. അങ്ങനെയുള്ള പേടിയാണ്. ഞാനിപ്പോൾ വിളിച്ചപ്പോൾ പോലും എൻ്റെ സുഹൃത്ത് മറ്റു കടക്കാരൊക്കെ വരാനായിട്ടുള്ള ബുദ്ധിമുട്ട് അവർക്ക്. വലിയ ഒരു സാമ്പത്തിക നഷ്ടത്തിലേക്ക് പോകുന്നു. നിങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് പോലീസിനെ ഈ കാര്യം അറിയിച്ചിട്ടുണ്ടോ? പോലീസ് സ്റ്റേഷനിൽ നമ്മൾ ഈ പറഞ്ഞ് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ കുറേ വരുമ്പം 1-2 നമ്മൾ കേസ് നമ്മൾ കൊടുത്തു. ഞങ്ങൾക്കാണെങ്കിലും 1-ൽ-അധികം കേസുമായിട്ട് പോകാനും മടിയാണ്. അവർ തന്നെ വിചാരിക്കത്തില്ല ഇവർക്ക് സ്ഥിരം ഇത് തന്നെ ആയിരിക്കും പരിപാടിയെന്ന്. പിന്നെ ദൂരപരിധിയൊക്കെ അവരുടെ വലിയൊരു ബുദ്ധിമുട്ടാണ് അവർക്ക്. സ്റ്റേഷനിൽ ഇത്രയ്ക്ക് എമൗണ്ട് എന്ന് പറയുമ്പോൾ ഇന്ന സ്റ്റേഷൻ പരിധിയിൽ നിന്ന് മാറി ഇത്ര ദൂരം ഈ ഒരു കേസിന് വേണ്ടി ഡെയിലി എത്ര കേസ് അവിടെ വരുന്നതാണ്. നമ്മുടെ ഈ കേസ് മാത്രമല്ലല്ലോ, ഇത്ര പരിധിക്ക് പോകാനും വേണ്ടി ഒരു തവണ ചെല്ലുമ്പോൾ അവിടെ ആളില്ലെങ്കിൽ അതൊരു വിഷയം. കോൺടാക്ട് ചെയ്യുന്ന നമ്പറിൽ വിളിക്കുമ്പോൾ കിട്ടാത്തതും വലിയൊരു പ്രശ്നമാണ്. ഏതെങ്കിലും കേസിൽ ഇങ്ങനെ പോലീസ് കണ്ടെത്തി നിങ്ങൾക്ക് പൈസ തിരികെ നൽകിയിട്ടുണ്ടോ? അങ്ങനെ ഇടപെട്ടിട്ടുണ്ടോ? ഞാനിത് ഒരു സ്റ്റേഷനിൽ എനിക്കുണ്ടായ ഒരു അനുഭവം പറഞ്ഞപ്പോഴത്തേക്ക് പുള്ളിക്കാരൻ അദ്ദേഹത്തിൻ്റെ സുഹൃത്തിനെ ഇങ്ങനെ വിളിച്ചായിരുന്നു, ഒരു മൊബൈൽ ഷോപ്പ് നടത്തുന്നത്. അപ്പോൾ ഇതേപോലെ പുള്ളിക്കാരൻ്റെ അനുഭവം സാധ്യതയുണ്ട്. ഇങ്ങനെ പുള്ളിയും പറഞ്ഞു എന്നോട്. പണം വാങ്ങി നൽകി. അദ്ദേഹം ഈ കാര്യങ്ങളൊക്കെ എൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിയപ്പോഴത്തേക്ക് സാർമാർ 2 പേരെ കൂടുതലായിട്ട് അന്വേഷിച്ച് അദ്ദേഹത്തിന് പൈസ വാങ്ങിച്ചു തരാൻ സാധിച്ചു. അത് ചങ്ങനാശ്ശേരി പരിധിയിലായതുകൊണ്ട് മാത്രം. പക്ഷെ ദൂരെയാണെങ്കിൽ നമുക്ക് ഒരിക്കലും വാങ്ങാൻ പറ്റത്തില്ല. ഈ സംഘടനകളൊക്കെ എന്ത് പറയുന്നു? അവരെന്താണ് നടപടി സ്വീകരിക്കുന്നത്? ഞാൻ വ്യാപാര സംഘടനയായിട്ട് കോൺടാക്ട് ചെയ്തപ്പോഴത്തേക്ക് നമുക്ക് ജില്ലാ പോലീസ് മേധാവിയിൽ ഒരു പരാതി കൊടുക്കാം, അങ്ങനെയാണ് പറഞ്ഞത്. പരാതി നൽകും. തീർച്ചയായിട്ടും പരാതി നൽകും. നമുക്ക് എല്ലാവർക്കും വന്നുകൊണ്ടിരിക്കുമല്ലോ ഇത്. ഈ വാർത്ത കാണുമ്പോൾ മറ്റു മൊബൈൽ ഷോപ്പുകാരും ചിലപ്പോൾ ഇതിലേക്ക് വന്നാൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ഇങ്ങനെ തട്ടിപ്പുണ്ടെന്ന്. തട്ടിപ്പ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ നമുക്കും പോലീസുകാർക്കും ഒരിക്കലും സാധിക്കത്തില്ല. അതാണ് അതിനകത്ത് പ്രശ്നം എന്ന് പറഞ്ഞാൽ. ഈ കൂട്ടുകാർ തമ്മിലുള്ള ബന്ധം പോലീസുകാർക്ക് ഒരിക്കലും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. പരാതി കൊടുക്കാൻ വരുമ്പോഴത്തേക്ക് പുള്ളി മാത്രമേ വരത്തുള്ളായിരിക്കും. ഇവരൊരുമിച്ചുള്ള ബന്ധമൊന്നും ഒരിക്കലും നമുക്കും പുള്ളിക്കാരനും കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇവിടുന്ന് നമ്മൾ പോകുമ്പോഴത്തേക്കുള്ള നമുക്കൊരു ഇത് വെച്ചാൽ നമ്മൾ പറയുന്നത്. ഇതിപ്പോൾ എനിക്കുണ്ടായ ഒരു അനുഭവമാണ് ഞാൻ ഇവിടെ പറയുന്നത്. കേരളത്തിൽ ഇത്രയും മൊബൈൽ ഷോപ്പുകാരുണ്ട്. എല്ലാവരും ഇത് പുറത്ത് പറയണമെന്നില്ല. എല്ലാവർക്കും ഒരു ബോധവൽക്കരണം പോലെ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. പിന്നെ എന്തായാലും പരാതി നമ്മൾ കൊടുക്കും ജില്ലാ പോലീസ് മേധാവിക്ക്. ഇത്തരത്തിൽ നഷ്ടപ്പെടുന്ന മൊബൈൽ ഫോണുകൾ കണ്ടെത്തി ഉടമയെ ഏൽപ്പിക്കുമ്പോൾ പോലീസ് സ്റ്റേഷനിൽ FIR രേഖപ്പെടുത്താറില്ല. ലളിതമായ നടപടിക്രമങ്ങളിൽ ഉടമയെ വിളിച്ചു വരുത്തി നൽകാറാണ് പതിവ്. എന്നാൽ ഇത്തരത്തിൽ മൊബൈൽ ഫോണുകൾ വാങ്ങുന്ന മൊബൈൽ ഷോപ്പ് ഉടമകൾ വലിയ നഷ്ടത്തിലേക്ക് പോകുന്നു എന്നാണ് ഇവർ പറയുന്നത്. ഇങ്ങനെ സ്ഥിരമായി നടക്കുമ്പോൾ, അതായത് ഒരു വർഷത്തിൽ 20ഓളം മൊബൈൽ ഫോണുകളൊക്കെ ഇത്തരത്തിൽ പോലീസ് റിക്കവർ ചെയ്ത് കൊണ്ടുപോകുന്നു എന്ന് പറയുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഒരു തട്ടിപ്പ് നടത്തുന്ന സംഘം പ്രവർത്തിക്കുന്നുണ്ടോ എന്നൊരു സംശയമാണ് മൊബൈൽ ഫോൺ വ്യാപാരി ഉയർത്തിയിരിക്കുന്നത്. ഇക്കാര്യത്തിൽ പോലീസിനെയും പിടികൊടുക്കാതെയാണ് ഇത്തരത്തിൽ സംഘം തട്ടിപ്പ് നടത്തുന്നതെന്നാണ് ഇദ്ദേഹത്തിൻ്റെ ആരോപണം. ഇക്കാര്യത്തിൽ പോലീസ് അടിയന്തരമായ ഒരു ശ്രദ്ധ ചെലുത്തേണ്ടതാണ്. ഇങ്ങനെ പോലീസിനെ പോലും കബളിപ്പിക്കുന്ന സംഘങ്ങൾ ഉണ്ടോ എന്നുള്ളൊരു സംശയം ഉടലെടുത്ത സാഹചര്യത്തിൽ അടിയന്തരമായ ഒരു ശ്രദ്ധ ചെലുത്തി അന്വേഷണം നടത്തണമെന്നൊരു ആവശ്യമാണ് കേരളത്തിലെ മിക്ക മൊബൈൽ ഫോൺ ഷോപ്പ് ഉടമകളുടെയും അഭിപ്രായം. ക്യാമറമാൻ ജിതിനൊപ്പം CR ശ്യാം, മറുനാടൻ മലയാളി, കോട്ടയം.